യേശു സമാധാനത്തിൻ്റെ രാജാവാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നത് സമാധാനമാണ്. യുദ്ധമല്ല, ഭീതിയല്ല, സമാധാനമാണ് കൊണ്ടുവന്നത്. ഇന്ന് ലോകത്ത് എത്രയോ യുദ്ധങ്ങൾ നടക്കുന്നു. ഇന്ന് ഇസ്രായേലും പലസ്തീനും ഹമാസും ഇവരൊക്കെ മനുഷ്യരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരുടെ മനസ്സിലാണ് യുദ്ധം സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ യുദ്ധം ആരംഭിച്ചാൽ അത് സർവ്വ മനുഷ്യരിലേക്കും പകർന്നു കയറുകയാണ്. തമ്പുരാനെ, എല്ലാ മനുഷ്യരുടെയും കണ്ണീര് തുല്യമാണ്. യേശുവിന് ഇസ്രായേൽക്കാരില്ല, പലസ്തീൻകാരില്ല, ഇന്ത്യക്കാരില്ല, അമേരിക്കക്കാരില്ല. എല്ലാം ദൈവത്തിന് അവിടുത്തെ മക്കളാണ്. മക്കൾ കലഹിക്കുന്നതും മക്കൾ യുദ്ധം നടത്തുന്നതും ക്രിസ്തുവിൻ്റെ മനസ്സിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാകും. ദൈവത്തിൻ്റെ സ്നേഹത്തെ എല്ലാവരും ഹൃദയത്തിൽ ഏറ്റെടുത്തിരുന്നെങ്കിൽ, നീ ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ നിൻ്റെ ഹൃദയത്തിലെ ദൈവ സാന്നിധ്യമാണ് നീ നശിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരും കരുതണം, ഒരു മനുഷ്യൻ്റെയും ജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല. ഒരാളെടുക്കുന്നു, മറ്റൊരാൾ വേറെ എടുക്കുന്നു. അറിയാലോ നിങ്ങൾക്ക്, കായേൽ സ്വന്തം സഹോദരൻ്റെ ജീവനാണ് കവർന്നെടുത്തത്. ദൈവമായ കർത്താവ് ചോദിച്ചു, കായേൽ, നിന്റെ സഹോദരൻ എവിടെ? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ഇന്ന് ഓരോ രാജ്യങ്ങളും ചോദിക്കുകയാണ്. അതെനിക്കറിയേണ്ട ആവശ്യമില്ല, അങ്ങനെ ആകാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരുടെയും പക്ഷം നിൽക്കാനാണോ നമ്മുടെ ജീവിതം? ക്രിസ്തുവിൻ്റെ പക്ഷം നിൽക്കണം, ദൈവത്തിൻ്റെ പക്ഷം നിൽക്കണം. നമ്മൾ എല്ലാ മനുഷ്യരും നമുക്ക് തുല്യരായിരിക്കണം. നമുക്ക് ശത്രുക്കളില്ല, എല്ലാവരും നമുക്ക് സ്വന്തമാകണം. ശത്രുത എവിടെ കടന്നു വരുന്നുവോ അവിടെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. ആരായാലും നമുക്ക് ക്രിസ്തുവിന് ശത്രുക്കളില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് ശത്രുക്കളില്ല. പകരം ചോദിക്കാനല്ല നമ്മുടെ ജീവിതം. ഒരു മനുഷ്യൻ നമ്മളെ തല്ലുന്നു, മറ്റൊരാൾ അവനെ തല്ലുന്നു, എവിടെ ചെന്ന് അവസാനിക്കുന്നതല്ല പരസ്പരം സ്നേഹിക്കാനാണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ ഇന്ന് എന്തുണ്ടാകുന്നു? യുദ്ധങ്ങൾ, കലഹങ്ങൾ, എത്ര നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. കർത്താവ് കായേലിനോട് ചോദിച്ചു പറയാം, കായേൽ, നിന്റെ സഹോദരൻ്റെ രക്തം എൻ്റെ പക്കലെത്തിയിരിക്കുന്നു. ഒരു മനുഷ്യനെ കൊന്നാൽ ആ മനുഷ്യൻ മരിച്ചുപോയി, പക്ഷേ ആ കൊന്നവനുണ്ടല്ലോ മരിച്ചു കഴിഞ്ഞു. ആരുടെയും ജീവൻ എടുക്കാൻ ആർക്കും അവകാശം ദൈവം കൊടുത്തിട്ടില്ല. കൊലപാതകങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്തിൽ ഇവിടെ മാത്രമല്ല, എത്രയോ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നു. നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നു. നിരപരാധികൾ, ഒരു തെറ്റ് ചെയ്യാത്തവൻ. ഈ ആബേൽ എന്ത് തെറ്റ ചെയ്ത? പ്രിയമുള്ളവർ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന അസൂയകൾ, ശത്രുതകൾ, സ്വാർത്ഥതകൾ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നു. ആരോടും ശത്രുത വെച്ച് പുലർത്താത്ത മനുഷ്യരായി നമ്മൾ മാറട്ടെ. ദൈവത്തിന് ഇന്ത്യയോ ചൈനയോ ജപ്പാനോ അമേരിക്കയോ ഇസ്രായേലോ ഇല്ല. ദൈവത്തിന് എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ 10 മക്കളുണ്ട്. 10 മക്കളെ നിങ്ങൾ 10 തരത്തിലാണോ സ്നേഹിക്കുക? അല്ലല്ലോ. എല്ലാവരും നിങ്ങളുടെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും പ്രചോദനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാളല്ല, എല്ലാ മനുഷ്യരും ദൈവരാജ്യമായി ഈ ഭൂമി മാറട്ടെ. ക്രിസ്തുവിനെ തിരിച്ചറിയാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഹൃദയത്തിലേൽക്കാൻ, ഒരു മനുഷ്യനും നമ്മുടെ വാക്കുകൊണ്ട് കരയാതിരിക്കാൻ, ഒരു മനുഷ്യനും നിരപരാധികളും ദൈവത്തെ വിളിച്ച് നിലവിളിച്ച് മരിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യമായി നമുക്ക് ഓരോരുത്തർക്കും നിലകൊള്ളാം. ശത്രുക്കളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത സമാധാനത്തിൻ്റെ രാജ്യം, ദൈവരാജ്യ സ്ഥാപനത്തിനായി നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. ആരുടെയും പക്ഷം ചേരാനല്ല ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. ക്രിസ്തുവിൻ്റെ പക്ഷം ചേർന്ന് സ്നേഹത്തിൻ്റെ പ്രമാണം നമുക്ക് പാലിക്കാം.